എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു വാർത്തയെക്കുറിച്ചല്ല, മറിച്ച് ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു വലിയ സൈനിക നീക്കത്തെക്കുറിച്ചാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്യന്തം ഭയാനകമാണല്ലേ. അവിടുന്ന് ഒരുപാട് വീഡിയോ ക്ലിപ്പുകളും ഖത്തറിൽ നിന്നും ബഹ്റൈനിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. നമ്മളൊരുപാട് പ്രവാസി മലയാളികളടക്കം ജോലി ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതായത് 2026 ഫെബ്രുവരി 28 ശനിയാഴ്ച ഈ ദിവസം മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കാര്യങ്ങളൊന്ന് ഓർഡറായിട്ട് നോക്കാമല്ലേ. ഇന്ന് രാവിലെ ഏകദേശം ഇന്ത്യൻ സമയം 11:45 കൂടിയിട്ട് ഇസ്രായേലിൽ അപകട സൈറനുകൾ മുഴങ്ങുകയാണ്. സാധാരണ അപകട സൈറനുകൾ മുഴങ്ങുന്ന എപ്പോഴാണ്? മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ മേൽ ഒരു റോക്കറ്റ് ആക്രമണം നടത്തുമ്പോൾ അതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ടാണല്ലേ. പക്ഷേ ഇത് അങ്ങനെയായിരുന്നില്ല. ഇറാന് മേൽ ഇസ്രായേൽ ഒരു പ്രീ എംപ്റ്റീവ്, അതായത് ഒരു മുൻകൂർ പ്രതിരോധ ആക്രമണം നടത്തുമ്പോൾ അതിൻ്റെ ഒരു അറിയിപ്പായിട്ടായിരുന്നു. അതായത് തിരിച്ചും പ്രത്യാക്രമണം ഉണ്ടായേക്കാം, അതുകൊണ്ട് സൂക്ഷിക്കുക, ഞങ്ങളൊരു ആക്രമണം നടത്താൻ പോവുകയാണെന്ന് ഈ ഒരു സൈറൻ മുഴക്കിക്കൊണ്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കാൻ ഇത്തരമൊരു നീക്കം അനിവാര്യമായിരുന്നുവെന്നാണ്. തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാൻ ഉണ്ടല്ലോ, ടെഹ്റാനിൽ ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അവിടെ ഒരു തീമഴ പെയ്യുകയാണ്. എന്നാൽ കഥ അവിടെ കൊണ്ട് തീർന്നില്ല. ഇസ്രായേലിനൊപ്പം അമേരിക്കയും ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കുചേർന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചത് അമേരിക്ക ഇറാന് മേൽ ഒരു മേജർ കോമ്പാക്ട് ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഈ സൈനിക ദൗത്യത്തിന് പെന്റഗൺ നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ്. ഇത് വെറുമൊരു ബോംബിംഗ് ഒന്നും അല്ല കേട്ടോ. നിസാരമായിട്ടുള്ള പെട്ടെന്നുള്ള ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്, ഇറാനും ഇസ്രായേലും അമേരിക്കയും ഒക്കെ തമ്മിൽ നടക്കാറുണ്ടല്ലേ. പക്ഷെ അതുപോലത്തെ ചെറിയ കളികളൊന്നുമല്ല, മറിച്ച് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു സൈനിക നീക്കമാണെന്നാണ് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് ഇസ്രായേലും അമേരിക്കയും, മറുവശത്ത് ഇറാൻ. ഇത് വെറും വാക്പോരല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി നടത്തിയ ഒരു ആക്രമണമാണ്. ടെഹ്റാനിലെ ഭരണകൂടത്തെയും അവരുടെ മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ ആദ്യഘട്ടത്തിലുള്ള ആക്രമണം നടന്നതെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അത്രത്തോളം ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ബഹ്റൈനിൽ ഇപ്പോൾ മിസൈൽ വീണു, ഖത്തറിൽ വീണിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഇന്ന് ഓരോ പോയിന്റുകളും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ്. ഇറാൻ്റെ പ്രത്യാക്രമണം എങ്ങനെയായിരുന്നു, നമ്മളുടെ ലക്ഷക്കണക്കിന് പ്രവാസികൾ കഴിയുന്ന ഗൾഫ് രാജ്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കഴിയുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ യൂട്യൂബ് അൽഗോരിതം അടുത്തടുത്ത വീഡിയോസ് നിങ്ങളുടെ ഫീഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. എന്തായാലും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ നീക്കത്തിന് മറുപടിയായിട്ട് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ IRGC തങ്ങളുടെ സൈനിക നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനെ ട്രൂ പ്രോമിസ് 3 എന്നാണ് ഇറാൻ ഔദ്യോഗികമായിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു കാര്യം പറയുവാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ US-ഉം ഇസ്രായേലും ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മുകളിൽ വരുന്ന ഐ ബട്ടൺ ഞെക്കിയാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഈ വീഡിയോയിലും പറയുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇറാൻ്റെ മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിനെ മാത്രമല്ല ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്, അവർക്ക് ചുറ്റുമുള്ള ഒരുപാട് അമേരിക്കൻ താവളങ്ങളുണ്ടല്ലോ, അതിനെ കൂടെ ലക്ഷ്യം വയ്ക്കുകയാണ്. അതായത് ഏറ്റവും ഗൗരവകരമായിട്ടുള്ളൊരു കാര്യം എന്തെന്നാൽ, ഈ മിസൈൽ മഴ ഇസ്രായേൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ ലക്ഷക്കണക്കിന് പ്രവാസികൾ കഴിയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ യുദ്ധം പടർന്നിരിക്കുന്നു. ബഹ്റൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, തങ്ങളുടെ മണ്ണിൽ ഒരു മിസൈൽ പതിച്ചതായിട്ട് ബഹ്റൈൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയാണ്. ആ ഒരു വീഡിയോ ഞാൻ എക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബിൽഡിംഗ് പൊട്ടിച്ചെതറുകയാണ്. അതായത് അമേരിക്കൻ 5th ഫ്ലീറ്റിൻ്റെ ഒരു സർവീസ് സെൻറ്റർ നേരെയായിരുന്നു അവർ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. അതപ്പാടെ ചിന്ന ഭിന്നമാകുന്ന ഒരു വീഡിയോ ഓൺലൈനിൽ നമ്മുടെ ട്വിറ്റർ എക്സിൽ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇനി അബുദാബിയിലേക്ക് വരുവാണെങ്കിൽ, ഈ മിസൈലിൻ്റെ ചീള് പതിച്ച് അബുദാബിയിലുള്ള ഒരാൾ കൊല്ലപ്പെടുകയാണ്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഗൾഫ് മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മരണമാണ്, അല്ലെങ്കിൽ കൊലപാതകമാണ്. ഇനി ഖത്തറിലേക്ക് വരുവാണെങ്കിൽ, തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ തുടർച്ചയായിട്ടുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയാണ്. പക്ഷേ ഖത്തർ പറയുന്നത് തങ്ങളുടെ ആകാശ സീമയിൽ വെച്ച് തന്നെ, അവരുടെ ആ ഒരു ആകാശത്ത് വെച്ച് തന്നെ ഈ മിസൈലുകൾ വിജയകരമായിട്ട് നശിപ്പിച്ച് കളഞ്ഞു, അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇനി കുവൈറ്റിലേക്കും ജോർദനിലേക്കും വരുവാണെങ്കിൽ, ഈ രണ്ട് രാജ്യങ്ങൾക്കും തങ്ങളുടെ പ്രദേശങ്ങളിൽ മിസൈൽ ആക്രമണങ്ങളോ അല്ലെങ്കിൽ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യേണ്ടതോ ഒക്കെ ആയിട്ട്, അതായത് അങ്ങോട്ടും ഈ ഇറാൻ നിലവിൽ മിസൈലുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിലേക്ക് മാത്രമല്ല, മറിച്ച് അമേരിക്കൻ താവളങ്ങളുള്ള ഒരുപാട് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് ഇറാൻ തുരുതുരെ മിസൈൽ ആക്രമണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് പറയട്ടെ. ഇറാനിൽ കുറച്ച് നാൾക്ക് മുമ്പ്, അതായത് ഏകദേശം 1 മാസം മുമ്പാണ് വലിയ ആഭ്യന്തര കലഹം ഉണ്ടായത്. ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു, ഭരണകൂടത്തിന് നേരെ വലിയ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും അക്രമങ്ങളും ഒക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നവും എല്ലാം ഇറാനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമുള്ളപ്പോൾ ഇവരിങ്ങനെ തിരിച്ചടിക്കണമെങ്കിൽ ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഒന്നെങ്കിൽ വിജയം അല്ലെങ്കിൽ മരണം എന്നുള്ള രീതിയിലാണ് ഇറാൻ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. ഇറാൻ്റെ ഈ മിസൈൽ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടോ, ആ ഒരു രാജ്യത്ത് പതിച്ചോ, അതോ തടയപ്പെട്ടോ, ഇൻ്റർസെപ്റ്റ് ചെയ്തോ എന്നുള്ളത് വളരെ നിർണായകമാണ്. ആ ഒരു ചോദ്യമല്ലേ. ഖത്തറിനെ പോലുള്ള പല രാജ്യങ്ങളും മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണല്ലോ, അത് ഊഹാപോഹങ്ങളോ കാര്യമോ ഒന്നുമല്ല. ഇറാൻ പറയുന്നത്
തങ്ങളുടെ ശത്രുക്കളെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തുന്നത് വരെ ഈ പ്രത്യാക്രമണം തുടരുമെന്നാണ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ കാണുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിലെ വെറും ഒരു തുടക്കം മാത്രമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. ഇത് കേവലം ഒരു ചെറിയ വാർത്തയല്ല. ഈ യുദ്ധം ഏത് ഗതിയിലേക്കും പോകാമെന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിലും ദക്ഷിണ ഇറാനിലെ ഒരു പെൺകുട്ടിയുടെ സ്കൂളിൽ 5 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖമേനിയുടെ കൊട്ടാരം ഉണ്ടല്ലോ, അവിടുത്തെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയിലെ പുള്ളിയുടെ കൊട്ടാരം പൂർണ്ണമായിട്ടും തകർത്തായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടുത്തെ പ്രസിഡന്റോ അവരുടെ ഓഫീസും തകർത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ വീഡിയോസൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ആൾക്കാരൊക്കെ ജനവാസ മേഖലകളിലൊക്കെ ഈ മിസൈലുകൾ ഒക്കെ വീണിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പ്രവാസികൾ കഴിയുന്ന UAE, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലുണ്ടായ ഈ സ്ഫോടനങ്ങൾ വെറും ഒരു വാർത്തയല്ല, മറിച്ച് നമ്മുടെ വീടുകളിലുള്ളവർക്ക് നേരിട്ടുള്ളൊരു ആശങ്കയാണല്ലോ. കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരു അകന്ന ബന്ധത്തിലെങ്കിലും ഒരാളെങ്കിലും ഗൾഫ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പ്രവാസികളുടെയും ഇവിടുന്ന് ഗൾഫിലേക്ക് പോകാനിരുന്ന മലയാളികളുടെയും ഒക്കെ യാത്രകളെയും ദൈനംദിന ജീവിതത്തെയും ഒക്കെ നല്ല രീതിയിൽ സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അതായത് ഒരു യുദ്ധം തുടങ്ങുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് സാധാരണക്കാരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചതും അതുതന്നെയാണ്. ആക്രമണം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മേഖലയിലെ പ്രമുഖ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ ആകാശ സീമകൾ, അതായത് എയർ സ്പേസ് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ അടക്കിയാണ്. ഇറാൻ, ഇസ്രായേൽ, ഇറാഖ്, ജോർദാൻ ഈ രാജ്യങ്ങളിൽ തങ്ങളുടെ എയർ സ്പേസ് ഉടൻ തന്നെ അടച്ചുപൂട്ടുകയും വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്യുകയാണ്. ഇനി സിറിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തെക്കൻ സിറിയൻ വ്യോമപാതകൾ 12 മണിക്കൂർ നേരത്തേക്ക് അടച്ചിടുന്നതായിട്ട് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുകയാണ്. ഇനി ഖത്തറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുൻകരുതൽ നടപടി എന്ന നിലയിൽ ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി തങ്ങളുടെ ആകാശ സീമയിൽ വിമാന ഗതാഗതം താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുണ്ട്. ഇനി UAEയുടെ കാര്യം നോക്കുകയാണെങ്കിൽ UAEയുടെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും സമാനമായിട്ടുള്ള രീതിയിൽ തങ്ങളുടെ എയർ സ്പേസ് ഭാഗികമായിട്ട് അടച്ചതായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ മലയാളികൾക്കും അടുത്തറിയാവുന്ന ഒരാളെങ്കിലും നമ്മളുടെ ബന്ധുവോ സുഹൃത്തോ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടാവുമല്ലേ. അതുകൊണ്ട് തന്നെ ഇത് കേവലം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം വിദേശ വാർത്തയല്ല, മറിച്ച് നമ്മളുടെ ജീവന്റെ വിലയുള്ള വാർത്തയാണ്. എന്തായാലും എയർ ഇന്ത്യയുടെ ഡൽഹി ടെലവീവ് വിമാനമുണ്ടല്ലോ, അതായത് ഡൽഹിയിൽ നിന്നും ഇസ്രായേലിലേക്ക് പോകുന്ന വിമാനമുണ്ടല്ലോ, ഇത് പാതി വഴിക്ക് വെച്ച് തിരിച്ചുവിടേണ്ടി വരികയാണ്. കാരണം അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യയുടെയും ഇൻഡിഗോയുടെയും മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരുപാട് സർവീസുകളുണ്ടല്ലോ, ആ സർവീസുകളിൽ അവർ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുബായ്, അബുദാബി, ദോഹ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാർ ഇപ്പോൾ വലിയ അനിശ്ചിതത്വത്തിലാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ നമ്മളുടെ പ്രവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിങ്ങൾ കഴിയുന്ന രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകളുമായിട്ട് ബന്ധം നിലനിർത്തണമെന്നുമാണ് ആ ഒരു നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ടല്ലോ, അതായത് ഒരു രാജ്യത്തേക്ക് മിസൈൽ വരുമ്പോൾ ആ രാജ്യത്തു നിന്നുള്ള ഒരു ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്ന് ഒരു മിസൈൽ പോയിട്ട് അതിനെ തകർത്തെറിയുന്ന ഒരു സംവിധാനമാണല്ലോ. ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അബദ്ധത്തിൽ വിമാനങ്ങൾ വെടിവെച്ചിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ആക്സിഡൻ്റൽ ഷൂട്ട് ഡൗൺസിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് വിമാന കമ്പനികൾ ഇത്രയും വലിയ മുൻകരുതലെടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ പ്രിയപ്പെട്ടവർ ജോലി ചെയ്യുന്ന മണ്ണിൽ അവരുടെ തലയ്ക്ക് മുകളിലൂടെ മിസൈലുകൾ തലങ്ങും വിലങ്ങും പറക്കുകയാണ്, വിമാനങ്ങൾ നിൽക്കുകയാണ്. അതായത് ഇത് വെറും ഒരു യുദ്ധമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് കുടുംബത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഇത്ര പെട്ടെന്നൊരു ആണവ ഭീഷണിയിലേക്ക് നീങ്ങുന്നത്? നമുക്ക് നോക്കാം. ഇന്ന് നടന്ന സ്ഫോടനങ്ങൾ പെട്ടെന്നുണ്ടായതല്ല, മറിച്ച് മാസങ്ങളായിട്ട് പുകയുന്ന അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പുകയുന്ന ഒരു വലിയ കാരണമുണ്ട്. അത് ഇറാൻ്റെ ആണവ പദ്ധതികളാണ്. ഇസ്രായേലും അമേരിക്കയും ഈ ആക്രമണത്തെ പ്രീ എംപ്റ്റീവ് അഥവാ മുൻകൂർ പ്രതിരോധം എന്ന് വിളിക്കാൻ കാരണവും ഇത് തന്നെയാണ്. ഇറാൻ്റെ പക്കൽ ഇപ്പോൾ എത്രത്തോളം ആണവ ശേഖരമുണ്ട് എന്നത് ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അഥവാ IAEA നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇറാന്റെ ആണവനില ഇങ്ങനെയാണ്. യുറേനിയം എൻറിച്ച്മെന്റ് അഥവാ സമ്പുഷ്ടീകരണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറാൻ തങ്ങളുടെ പക്കലുള്ള യുറേനിയം 20% മുതൽ 60% വരെ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടെന്ന് അഥവാ എൻറിച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇനി ഇസ്ഫഹാൻ തുരങ്കങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇസ്ഫഹാൻ പർവ്വതങ്ങൾക്കുള്ളിലെ അതീവ രഹസ്യമായിട്ടുള്ള തുരങ്കങ്ങളിലാണ് ഈ ആണവ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ ബോംബ് നിർമ്മാണ ശേഷി കണക്കാക്കുകയാണെങ്കിൽ 2025 ജൂലൈയിലെ ആക്രമണങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാന്റെ പക്കൽ ഏകദേശം 441 കിലോ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടായിരുന്നു. ഇത് അല്പം കൂടി ശുദ്ധീകരിച്ചാൽ കുറഞ്ഞത് 10 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ട് ഇന്ധനം ഇറാന്റെ പക്കലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പക്കൽ ഒരു ആണവായുധം എത്തുക എന്നത് അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും മിസൈൽ താവളങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ഇന്ന് തന്നെ ഒരു വലിയ ആക്രമണം നടത്താൻ പ്ലാൻ ചെയ്തത്. എന്നാൽ ഇറാൻ പറയുന്നത് മറ്റൊന്നാണ്. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ കാണുന്നു. ഈ ആക്രമണം ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റവുമാണെന്നാണ് അവരുടെ പക്ഷം. അതുകൊണ്ട് തന്നെ ഈ
പോരാട്ടം വെറുമൊരു മിസൈൽ കൈമാറ്റമല്ല, മറിച്ച് നിലനിൽപ്പിനായിട്ടുള്ള യുദ്ധമായിട്ടാണ് ഇറാൻ കാണുന്നത്. ഈ യുദ്ധം കേവലം ഇസ്രായേലും ഇറാനിലും മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. അതായത് പ്രധാന ചോദ്യം എന്തെന്നാൽ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ പൊട്ടിത്തെറിയുടെ തുടക്കം മാത്രമാണോ എന്നുള്ളതാണ്. ഇസ്രായേലും ഇറാനും നേരിട്ട് ഏറ്റുമുട്ടുമ്പോഴും മേഖലയിലെ മറ്റു പല സായുധ ഗ്രൂപ്പുകളും ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ വളരെയേറെ സാധ്യതയുണ്ടല്ലേ. ഇതിനെയാണ് നമ്മൾ മൾട്ടി ഫ്രണ്ട് വാർഫെയർ എന്ന് വിളിക്കുന്നത്. ഈ യുദ്ധം പടരാൻ സാധ്യതയുള്ള പ്രധാന വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് ലെബനനാണ്. ഇറാൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയുള്ള ഹെസ്ബുള്ള ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെബനൻ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, നവാഫ് സലാം, പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൻ്റെ രാജ്യത്തെ ഇത്തരത്തിലുള്ള സാഹസികതകളിലേക്ക് വലിച്ചഴക്കരുത് എന്നൊരു കർശനമായിട്ടുള്ള മുന്നറിയിപ്പായിട്ടായിരുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇറാഖിലേക്ക് വരുവാണെങ്കിൽ, ഇറാഖിലെ മിലിഷ്യ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് കദായിബ്, ഹെസ്ബുള്ള തങ്ങളുടെ മണ്ണിലെ അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ ഇടപെടലിൽ നേരിട്ടുള്ള തിരിച്ചടിയായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. ഇനി യമനിലേക്ക് വരുവാണെങ്കിൽ, ചെങ്കടൽ മേഖലകളിൽ ഹൂതികളുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ലോകം. ഇതിനോടകം തന്നെ ഗ്രീസ്, അതായത് ഒരു രാജ്യമാണല്ലോ, തങ്ങളുടെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെയും പേർഷ്യൻ ഗൾഫും ഒക്കെ ഒഴിവാക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി സിറിയയിലേക്ക് വരുവാണെങ്കിൽ, വിമാനയാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് സിറിയൻ ആകാശസീമയിലെ ചില ഭാഗങ്ങൾ ഇപ്പോൾ തന്നെ അടച്ചു കഴിഞ്ഞു. ഇത് യുദ്ധം സിറിയൻ മണ്ണിലേക്കും പടരാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് വെറും ഒരു സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കാൻ കെൽപ്പുള്ള ഒന്നാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ ഒരു വെടിവെട്ടുമ്പോൾ അതിന്റെ അലയൊലികൾ ആദ്യം എത്തുന്നത് ലോക വിപണിയിലാണ്. ഇന്ന് നടന്ന ഈ ആക്രമണങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ കീഴ്മേൽ മറിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ. ഇപ്പോൾ തന്നെ എണ്ണവിലയിൽ ചില ചലനങ്ങൾ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, എണ്ണവിലയിലെ വർധനവാണ്. ഈ ആക്രമണങ്ങൾക്ക് തൊട്ടു മുമ്പ് തന്നെ യുദ്ധമുണ്ടാകുമെന്ന ഭീതിയിൽ വെള്ളിയാഴ്ച എണ്ണവില ബാരലിന് $73 എന്ന നിലയിലെത്തിയിരുന്നു. 2025 ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഉയർന്ന നിരക്കാണ്. 2, ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തിന്റെ എണ്ണക്കടത്ത് ശരിയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടായാൽ അത് ആഗോള പ്രതിസന്ധിയായി മാറും. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഖാർക്ക് ഐലൻഡിന് സമീപം ഈ സ്ഫോടനങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത് മൊത്തത്തിലുള്ള ആഗോള എണ്ണ വിപണിയിലുള്ള, അതായത് ഇവിടെ കൂടെ കടന്നു പോകാനൊക്കെയുള്ള ഭീതി മൊത്തത്തിൽ വർദ്ധിപ്പിക്കുകയാണ്. ഇനി കപ്പൽ ഗതാഗതത്തിലെ റിസ്ക് നോക്കുകയാണെങ്കിൽ, മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ഭീഷണികളും കാരണം പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ, ഹോർമൂസ് കടലിടുക്ക് എന്നിവിടങ്ങളിലൂടെയുള്ള കപ്പൽ യാത്ര ഒഴിവാക്കാൻ ഗ്രീസ് തങ്ങളുടെ ചരക്ക് കപ്പലുകൾക്ക് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇത് ചരക്ക് നീക്കത്തെയും ഇൻഷുറൻസ് തുകയും സാരമായിട്ട് ബാധിക്കും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കപ്പലിന് ഇൻഷുറൻസ് കൂടുമ്പോൾ അത് അൾട്ടിമേറ്റ്ലി എന്താണ് കൂട്ടുന്നത്, നമ്മളുടെ ഈ എക്സ്പോർട്ടിങ്ങിനുള്ള ചാർജ് കൂട്ടുമല്ലോ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിനുള്ള ചാർജ്, അതായത് കടത്തിനുള്ള ചാർജ് കൂട്ടും. അപ്പോൾ സാധനങ്ങളുടെ വില കൂടും. ഇത് വലിയൊരു കണക്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. എന്തായാലും ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പെട്രോൾ, ഡീസൽ വിലയും ഒക്കെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. യുദ്ധം നീണ്ടുപോയാലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും ഇത് നയിച്ചേക്കാം. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാൽ അത് ലോകം മുഴുവൻ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന വലിയൊരു സാമ്പത്തിക ആഘാതമായിട്ട് മാറും. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, മറിച്ച് വർഷങ്ങളായിട്ട് സൈബർ ആക്രമണത്തിലൂടെയും പ്രോക്സി ഗ്രൂപ്പുകളിലൂടെയും ചിലപ്പോൾ നേരിട്ടും അല്ലെങ്കിൽ രഹസ്യ കൊലപാതകങ്ങളിലൂടെയും ഒക്കെ ഒരു നിഴൽ യുദ്ധം പോലെയായിരുന്നു. എന്നാൽ ഇന്നത് 2026 ഫെബ്രുവരി 28 നമ്മൾ കാണുന്നത് ഈ യുദ്ധത്തിൻ്റെ സ്വഭാവം വലിയ രീതിയിൽ അങ്ങോട്ട് മാറുകയാണല്ലേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചരിത്രപരമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, രഹസ്യം വെടിഞ്ഞുള്ള ഒരു ആക്രമണമാണ്. അതായത് മുൻപ് നടന്ന പല ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇസ്രായേൽ പരസ്യമായിട്ട് ഏറ്റെടുത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഇസ്രായേൽ തന്നെ തങ്ങളൊരു മുൻകൂർ പ്രതിരോധം എന്ന നിലയിൽ ആക്രമണം നടത്തിയെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇനി അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലിനെ പറ്റി നോക്കുകയാണെങ്കിൽ, ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം. 2025 ജൂണിൽ ഈ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കേറെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നല്ലേ. അതിനുശേഷം അമേരിക്ക വലിയൊരു മേജർ കോമ്പാക്ട് ഓപ്പറേഷൻ എന്നാണ് ഇതിനെ പേരിട്ട് വിളിച്ചിരിക്കുന്നതല്ലേ, അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതൊരു നിഴൽ യുദ്ധമൊന്നുമല്ല, അതായത് മറിച്ചൊരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയും അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊന്നുമല്ല, മറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു സൈനിക നീക്കമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ ആയിരിക്കുമെന്നും അമേരിക്ക ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇറാന്റെ തുറന്ന പ്രത്യാക്രമണമാണ്. സാധാരണഗതിയിൽ തങ്ങളുടെ സായുധ ഗ്രൂപ്പുകൾ വഴി തിരിച്ചടിക്കുന്ന ഇറാന് ഇന്ന് തങ്ങളുടെ മണ്ണിൽ നിന്ന് നേരിട്ട് മിസൈലും ഡ്രോണും ആക്രമണങ്ങളും, അതായത് ഒരു ട്രൂ പ്രോമിസ് 3 എന്നാണ് അതിന് ആ ഒരു ഓപ്പറേഷനെ വിളിക്കുന്നതല്ലേ, അത് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊരു പ്രാദേശിക യുദ്ധത്തിന്റെ ലക്ഷണമാണ്. അടുത്തത് സംരക്ഷണം നേടുന്ന ഗൾഫ് രാജ്യങ്ങളാണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങളെയും കമാൻഡ് സെന്റേഴ്സിനെയും ഒക്കെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകൾ അയച്ചതോടെ ഗൾഫ് രാജ്യങ്ങളും ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ അവർ നിർബന്ധിതരാകുകയായിരുന്നല്ലേ. തങ്ങളുടെ ആകാശസീമയിൽ വെച്ച് ഈ മിസൈലുകൾ തടയേണ്ടി വരുന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ബഹ്റൈനിലും ഖത്തറിലും നമ്മുടെ മലയാളികളൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഈ മിസൈൽ പതിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെയാണ് വരുന്നത്. ഇനി പ്രധാനമായിട്ടും ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടത് ഇരകളും നാശനഷ്ടങ്ങളും ഒക്കെയാണല്ലോ. അതിൻ്റെ സ്ഥിരീകരിക്കപ്പെട്ട കണക്കുകൾ മാത്രമേ എനിക്കിവിടെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം പുറത്തു വരുന്നത് അവകാശവാദങ്ങളാണ്. എന്നാൽ പലപ്പോഴും അതിനിടയിൽ പിടയുന്ന മനുഷ്യജീവനുകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അറിയാൻ വൈകാറുണ്ട്.
വരാറുണ്ട്. ഇന്ന് നടന്ന ആക്രമണങ്ങളിൽ നിന്നുള്ള മരണസംഖ്യയും നാശനഷ്ടങ്ങളും ഓരോ മണിക്കൂറിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇതുവരെ സ്ഥിരീകരിച്ച ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഗൾഫ് മേഖലയിലെ ആദ്യത്തെ മരണമാണ്. അബുദാബിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. അവിടെ ഈ ഇറാൻ അയച്ച മിസൈൽ അവിടെ വന്ന് പതിക്കുകയാണ്. അത് പൊട്ടിത്തെറിച്ച് ഒരുപാട് ചീളുകളായിട്ട് തെറിക്കുമല്ലോ, ആ ചീളുകൾ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മരണപ്പെടുകയാണ്. ഇറാന്റെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കണക്കുകൾ ഇപ്പോഴും അവ്യക്തമാണ്. എങ്കിലും ദക്ഷിണ ഇറാനിലെ ഒരു പെൺകുട്ടിയുടെ സ്കൂളിന് സമീപം നടന്ന സ്ഫോടനത്തിൽ 5 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായിട്ട് AP എന്ന് പറയുന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ച് IRGC, അതായത് ഇറാനിയൻ ഗാർഡ് റെവല്യൂഷണറി കോപ്സ് ഉണ്ടല്ലോ, ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ്, അവരിതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. നാശനഷ്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ബഹ്റൈനിലെ അമേരിക്കൻ 5th ഫ്ലീറ്റ് സർവീസ് സെന്റർ നേരെ ആക്രമണം നടന്നതായിട്ട് ബഹ്റൈൻ ഒഫീഷ്യലി സ്ഥിരീകരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസ് ഒറിജിനൽ വീഡിയോ ആണ്, വെരിഫൈ ചെയ്ത വീഡിയോ ആണ്. ആ ഒരു ബിൽഡിംഗ് മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുന്നതൊക്കെയായിരുന്നു ആ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ഇറാനിലെ ടെഹ്റാനിലും ഇസ്ഫഹാനിലും സ്ഫോടനങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. വാർത്തകളും വീഡിയോസും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തീവ്രത അല്ലെങ്കിൽ എത്ര പേർക്കാണ് അപകടം പറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യമൊന്നും കൃത്യമായിട്ട് വന്നിട്ടില്ല. ഇനി കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വീഡിയോ ഫുട്ടേജിനൊക്കെ ആയിട്ട് ലോകം കാത്തിരിക്കുകയാണ്. ചില മാധ്യമങ്ങൾ ഉയർന്ന മരണസംഖ്യകൾ പറയുന്നുണ്ടെങ്കിലും റോയിറ്റേഴ്സ് പോലുള്ള ഏജൻസികൾ പറയുന്നത് പ്രാരംഭഘട്ടത്തിൽ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ്. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. കാരണം ഇപ്പോൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ആക്രമണത്തിലും പ്രത്യാക്രമണത്തിലുമാണല്ലേ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല കാര്യങ്ങളും സ്ഥിരീകരിക്കാനാകാത്ത കണക്കുകളാണ്. അതെന്തായാലും നമ്മളിപ്പോൾ വിശ്വസിക്കേണ്ട ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. ഫെബ്രുവരി 28 തുടങ്ങിയ ഈ സൈനിക നീക്കങ്ങൾ വെറും ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. ഇനി നമ്മൾ നിരീക്ഷിക്കേണ്ട വാർത്തകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും സൈനിക താവളങ്ങളിലും എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് വരും ദിവസങ്ങളിലെ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ രണ്ടാമത്തത് പ്രോക്സി യുദ്ധങ്ങളാണ്. ഹിസ്ബുള്ളയോ ഹൂതികളോ ഈ സംഘർഷത്തിൽ പൂർണ്ണമായിട്ടും ഇടപെടുകയാണെങ്കിൽ യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം നയതന്ത്ര നീക്കങ്ങളാണ്. നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ യുദ്ധം തടയാൻ എന്ത് ഇടപെടലാണ് നടത്താൻ പോകുന്നതെന്ന് വളരെ പ്രധാനമാണ്. നിലവിൽ ആണവ പരിശോധനകൾ നടത്താൻ അന്താരാഷ്ട്ര ആണവ ഏജൻസി ആയിട്ടുള്ള IAEA ഇറാന്റെ സഹകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ പ്രവാസികളുടെ സുരക്ഷയാണ്. ഗൾഫിലുള്ള നമ്മുടെ പ്രവാസികൾ സുരക്ഷിതരായിട്ടിരിക്കുക എന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമല്ലേ. നമുക്ക് അടുത്തറിയാവുന്ന ഒരാളെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഉണ്ടാകുമല്ലേ. ഇന്ത്യൻ എംബസികളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളെല്ലാവരും കർശനമായിട്ട് പാലിക്കുക. അതോടൊപ്പം തന്നെ ജനലിനടുക്കലൊന്നും നിൽക്കരുത്. അതായത് പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള സാധ്യത അല്ലെങ്കിൽ തെറിച്ചെന്തെങ്കിലും വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. ജനലിനടുക്കലും കഥയിൻ്റെ അടുക്കൽ നിൽക്കുക, അനാവശ്യമായിട്ടുള്ള യാത്രകളെ പുറത്തേക്കിറങ്ങുന്ന ഒഴിവാക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എംബസി പറയുന്നുണ്ടല്ലേ. അതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുക. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്തെന്നാൽ ഓരോ മിനിറ്റിലും പുറത്തു വരുന്നത് പുതിയ പുതിയ വാർത്തകളാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള വാർത്തകൾ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ കംപ്ലീറ്റ് ഒരു കഥയും മാറിയിട്ടുണ്ടാകാം, ആ പിക്ചറേ മാറിയിട്ടുണ്ടാകാം. ദയവായിട്ട് അത് മനസ്സിലാക്കി വെച്ച് വീഡിയോ കാണുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി എഴുതുക. വളരെ ദാരുണമാണ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് നിരപരാധികളായിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെടും, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും. അതോടൊപ്പം തന്നെ ലോക സാമ്പത്തിക വ്യവസ്ഥ മൊത്തം തകിടം പറയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ യുദ്ധങ്ങൾ ഉണ്ടായാൽ സംഭവിക്കുന്നതല്ലേ. അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വന്നാൽ ഉറപ്പായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അസുൽ മാടപ്പള്ളി സൈനിങ് ഔട്ട്.